കാക്കനാട് വൻ തീപിടുത്തം. കാക്കനാട് മേരിമാത സ്കൂളിൻ്റെ സമീപത്താണ് തീപിടിച്ചത്. അസറ്റ് ഹോംസിൻ്റെ കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ആക്രി ഗോഡൗണാണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് വൻ തീപിടുത്തമുണ്ടായത്. സിലിണ്ടറുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദത്തോടെയാണ് തീ പിടിച്ചത്. ഏതായാലും തൃക്കാക്കര ഫയർഫോഴ്സും തൃക്കാക്കര പോലീസും ഉടൻ തന്നെ സ്ഥലത്തെത്തി. ഈ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി റോമിയോ നമ്മോടൊപ്പം ചേരുന്നു. റോമിയോ, തീ പിടിക്കാൻ്റെ കാരണം എന്തായിരുന്നു? കാരണം എന്താന്ന് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇവിടെ ഈ ഒരു പ്ലോട്ടില് വേസ്റ്റ് സാധനങ്ങള് നിറച്ചു വെച്ചേക്കണായിരുന്നേ. ആ. ഈ പഴയ ആക്രി സാധനങ്ങള് ശരി അതാണ് കത്ത് പിടിച്ചേക്കണത്. ശരി പുക തന്നെ കണ്ടപ്പോഴത്തേക്ക് മസ്ജിദിന്റെ ഫ്ലാറ്റ് ആണെന്നാ വിചാരിച്ചത്. ശരി. പക്ഷെ ഫ്ലാറ്റിന്റെ പുറകിലുള്ള കോമ്പൗണ്ടിലാണ്. തൊട്ടടുത്ത കോമ്പൗണ്ടിലാണ്. അവിടെ എന്താണ് ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്? ആക്രി സാധനങ്ങൾ, പഴയ ഫ്രിഡ്ജ്, അങ്ങനെ കുറെ സിലിണ്ടറുകളെല്ലാം പൊട്ടുണ്ട്. ഓ ശരി. തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉയരത്തില് പുക അതെ ഉയരുന്നതായിട്ട്. തെങ്ങ് വരെയും കത്തി. ഓ അത് ശരി. എന്തോ സിലിണ്ടർ പൊട്ടിത്തെറിച്ച പോലുള്ള സൗണ്ടുകളൊക്കെ കേട്ടെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജിന്റെ കേൾക്കുന്നുണ്ടല്ലേ? ആണെന്ന് തോന്നണം. അത് ശരി. തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പറയാൻ പറ്റുന്നേ? അത് ഇവിടെ ഫുൾ പോലീസും ഉണ്ട്, ഫയർഫോഴ്സും ഉണ്ട്. ആ. പക്ഷെ ഇത് പോലീസ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം പൊട്ടണത് കൊണ്ടേ ആ സിലിണ്ടർ ആണെന്ന് തോന്നുന്നത്. പഴയ സിലിണ്ടറുകളൊക്കെ ഇരുന്ന് മേളിലേക്ക് പോയി പൊട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരെയും മാറ്റുന്നതാണ്. ശരി. പരിസരവാസികളും ഭീതിയിലാണെന്നുള്ള അവിടെ വിവരങ്ങളുണ്ട്. അവിടുന്ന് അതെ, ഒന്ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ. ശരി. KCB അവര് വന്നിട്ടുണ്ട്. ഫയർഫോഴ്സ് അവിടെ പെട്ടെന്ന് എത്തിയല്ലേ? അതെ വന്നായിരുന്നു. പോലീസും ഉണ്ട്. ഇപ്പൊ KCB സബ് എഞ്ചിനീയർ ഉൾപ്പെടെ ഉണ്ട്. ആ ശരി. എല്ലാവരും സമയത്ത് തന്നെ എത്തിയില്ലേ? എത്തിയിട്ടുണ്ട്. ശരി. അവിടുത്തെ വാർഡ് കൗൺസിലറോ അങ്ങനെയുള്ള നഗരസഭയുടെ ഉണ്ട്, വാർഡ് കൗൺസിലറും ഉണ്ട് ഫയർഫോഴ്സിന്റെ കൂടെ. എല്ലാവരും ഒന്നിച്ചു വന്ന് തീ അണക്കാൻ, അപകടം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? ശ്രമിക്കുന്നുണ്ട്. തീ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കണേയാണ്. ശരി. ഏകദേശം ഒരു 6 തെങ്ങോളം കത്തിയിട്ടുണ്ടല്ലേ? ആ. ശരി. നല്ല ഉയരത്തിൽ പുക പോകുന്നുണ്ട്. തീയും അത്രത്തോളം ഉയരത്തിൽ വരുന്നുണ്ടല്ലോ. ഉണ്ട്. ഭയങ്കര ഹീറ്റാണ് ഇപ്പൊ. ഒരു പരിസരത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല, അത്രക്ക് തീയാണല്ലേ? അതെ 15 മീറ്റർ അപ്പുറം വരെയും ചൂടാണ്. ഓ ശരി. തീയണക്കാനുള്ള പരിശ്രമം തുടരുന്നു. അതോടൊപ്പം ഒന്ന് പറയാനുള്ളത്, ഇതുപോലെയുള്ള ആക്രി സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട അധികാരികളുണ്ട്. ഇതുപോലുള്ള ആവർത്തനങ്ങൾ ഒരു കാരണവശാലും ഇനി ഉണ്ടാകാതിരിക്കാൻ പരമാവധി നമ്മളെല്ലാവരും ശ്രമിക്കണം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.